ഹായ് മക്കളെ, ഈ വരുന്ന എക്സാമിൽ ഉറപ്പായും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പഠിച്ചാലോ? യെസ്, റീവാലുവേഷൻ അക്കൗണ്ട്. അപ്പോൾ നമുക്കറിയാം എസ് എ ക്വസ്റ്റിൽ ഈ റീവാലുവേഷൻ അക്കൗണ്ട് നിങ്ങൾക്ക് വരയ്ക്കാനുണ്ടാവും, സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ആയിട്ടും പ്രിപ്പയർ ചെയ്യാനുണ്ടാവും. നമുക്ക് ഇതിന്റെ സിമ്പിൾ ട്രിക്ക് നോക്കിയാലോ? യെസ്, റീവാലുവേഷൻ അക്കൗണ്ടിലുള്ള ക്വസ്റ്റിനകത്ത് നിങ്ങൾക്ക് വായിക്കുന്ന സമയത്ത് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ ക്രെഡിറ്റ് ചെയ്തേക്കുക. നിങ്ങൾക്ക് വായിക്കുന്ന സമയത്ത് നെഗറ്റീവ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് ബി ഷോൺ ഓൺ ദി ഡെബിറ്റ് സൈഡ് ഓഫ് റീവാലുവേഷൻ അക്കൗണ്ട്. എങ്ങനെ ദോസ് ഐറ്റം വിച്ച് വിൽ ബ്രിങ് എ പോസിറ്റീവ് ഫീലിംഗ് ഷുഡ് ബി ഷോൺ ഓൺ ദി ക്രെഡിറ്റ് സൈഡ് ഓഫ് റീവാലുവേഷൻ അക്കൗണ്ട്. ദോസ് ഐറ്റം വിച്ച് വിൽ ബ്രിങ് എ നെഗറ്റീവ് ഫീലിംഗ് ദാറ്റ് ഷുഡ് ബി ഷോൺ ഓൺ ദി ഡെബിറ്റ് സൈഡ് ഓഫ് റീവാലുവേഷൻ അക്കൗണ്ട്. നമുക്ക് നോക്കാം. അസറ്റിന്റെ വാല്യൂ കൂടുന്നു പറഞ്ഞാൽ ഇസ് ഇറ്റ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്? ദാറ്റ് ഇസ് പോസിറ്റീവ് ഫീലിംഗ്. എവിടെ കാണിക്കണം? ക്രെഡിറ്റ് സൈഡ്. അസറ്റിന്റെ വാല്യൂ കുറയുന്നു പറഞ്ഞാൽ ദാറ്റ് ഇസ് എ നെഗറ്റീവ് ഫീലിംഗ് ഐറ്റം ദാറ്റ് ഷുഡ് ബി ഷോൺ ഓൺ ദി ഡെബിറ്റ് സൈഡ് ഓഫ് റീവാലുവേഷൻ അക്കൗണ്ട്. ലാബിലിറ്റി കൂടുന്നു പറഞ്ഞാൽ ദാറ്റ് ഇസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ദാറ്റ് ഇസ് നെഗറ്റീവ് ഫീലിംഗ് ഐറ്റം ദാറ്റ് ഷുഡ് ബി ഓൺ ദി ഡെബിറ്റ് സൈഡ്. ലാബിലിറ്റി കുറയുന്നു പറഞ്ഞാൽ ദാറ്റ് ഇസ് എ പോസിറ്റീവ് ഫീലിംഗ് ഐറ്റം ദാറ്റ് ഷുഡ് ബി ഓൺ ദി ക്രെഡിറ്റ് സൈഡ്. അൺറെക്കോർഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവ് ആണ്, നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ പ്ലേസ് ചെയ്യും. അൺറെക്കോർഡ് ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഡെബിറ്റ് സൈഡിൽ പ്ലേസ് ചെയ്യും. ദെൻ ടേക്ക് ദ ഡിഫറൻസ്. ഇറ്റ് കുഡ് ബി റിവാലുവേഷൻ പ്രോഫിറ്റ് ഓർ ലോസ്.